ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് IQOO Z5-ൻ്റെ അൺബോക്സിങ് വീഡിയോയും അതുപോലെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനുമാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിത് 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ക്യാമറയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ 3 പാർട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ അൺബോക്സിങ്ങും അതുപോലെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ആദ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബോക്സ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു TPU കേസാണ്. പിന്നെ യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു USB-C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം C ടൈപ്പ് കേബിളാണ് വന്നിരിക്കുന്നത്, മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ അഡാപ്റ്ററാണ്, 44 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ സിം ഇജക്ടർ പിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയുള്ള രീതിയിലുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു മാറ്റ് ഫിനിഷിങ് ടെസ്റ്ററും ആ ഒരു ബാക്ക് കവറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടണും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള ബട്ടണും പിന്നെ അതിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വന്നിട്ടുണ്ട്. അതാണ് റൈറ്റ് സൈഡിലുള്ളത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം കാണാൻ കഴിയുന്നത് സ്പീക്കർ ഗ്രില്ലായിരിക്കും. രണ്ടാമതായിട്ട് കാണാൻ കഴിയുന്നത് C ടൈപ്പ് പോർട്ടായിരിക്കും. പിന്നുള്ളത് സിം ട്രേ ആയിരിക്കും. ഈ ഒരു 3 കാര്യങ്ങളാണ് ഏറ്റവും ബോട്ടം സൈഡിലുള്ളത്. ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ പോർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു IR ബ്ലാസ്റ്റർ ഇവിടെ കാണാൻ കഴിയും. അതാണ് നമ്മുടെ ആ ഒരു ടോപ്പ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് മിസ്റ്റിക് സ്പേസ് എന്ന് പറയുന്നൊരു കളറാണ്. നമുക്കൊരു 3 കളർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു ബ്ലൂ ഡാർക്ക് ഒരു ഗ്രേഡിയൻ ലുക്കിലുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്പ്ലേ തന്നെ നോക്കാം. അതിനുശേഷം നമുക്ക് പെർഫോമൻസും കാര്യങ്ങളിലേക്കും വരാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 6.7 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ വിത്ത് HDR10+ സപ്പോർട്ടഡ് ആയുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 395 ppi ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 650 ഇഞ്ച് ആണ് വരുന്നത്. ഇത് AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോബ്ലങ്ങളും ഉണ്ട്. എന്നാലും നമ്മൾ കാണുന്ന ഒരു വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി കുറയ്ക്കാണ്ട് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പം ഇതൊരു AMOLED ഡിസ്പ്ലേ അല്ല, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. പിന്നെ വ്യൂയിങ് ആംഗിളൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ കാണുന്ന ഒരു വീഡിയോയുടെ ഔട്ട്പുട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഡിസ്പ്ലേ നോക്കാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 778G ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പവർഫുള്ളായുള്ള പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു 778G എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാം വേരിയൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു റാം ടൈപ്പ് വരുന്നത് LPDDR5 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 128GB ഒരു സ്റ്റോറേജ് സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതലുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 128GB ഒരു സ്റ്റോറേജ് വേരിയൻ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ അതിനകത്തൊരു ഫ്ലാഷ് LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64MB ഒരു വൈഡ് ആംഗിൾ ആണ് വരുന്നത്. അത് പ്രൈമറി ക്യാമറയാണ്. പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 8MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറയുന്നത് 2MB ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാക്ക് സൈഡിലുള്ള ക്യാമറ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്ത ശേഷമുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ടിരിക്കും.
അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 720p പറ്റും, അതുപോലെ 1080 പറ്റും, പിന്നെ 4K പറ്റും. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു 4K വീഡിയോ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്യാമറ സെറ്റപ്പിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഷൂട്ട് ചെയ്ത ശേഷം നിങ്ങൾക്കത് പ്ലേ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ നമ്മളിതിൻ്റെ FPS നോക്കുകയാണെങ്കിൽ നമുക്ക് 24 FPS തൊട്ട് നിങ്ങൾക്ക് 60 FPS വരെയുള്ള ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറേ അധികം സെറ്റിങ്സും കാര്യങ്ങളും ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 60 MB ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്, അല്ലെങ്കിൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് 1080p ആണ്. അതുപോലെ നമുക്ക് 30 FPS വരെയുള്ള ആ ഒരു രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ക്യാമറയുടെ കാര്യങ്ങൾ നോക്കാനുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ക്യാമറയിലെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്ക് ക്യാമറ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് 10x ഡിജിറ്റൽ സൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഫ്ലാഷ് വരുന്നുണ്ട്, പിന്നെ ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, പിന്നെ ടച്ച് ഫോക്കസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചറായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാമറയുടെ സൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി പവർ ചെയ്യാൻ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് 44 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററും നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് 50% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 23 മിനിറ്റാണ്. അപ്പം എന്തുകൊണ്ടും വളരെയധികം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം യൂസ് ചെയ്തിട്ടുള്ള ബാക്കി എക്സ്പീരിയൻസും ഞാൻ മറ്റു വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് C ടൈപ്പാണ് ചാർജിങ് പോർട്ടും ചാർജിങ് കേബിളും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാറ്ററിയുടെ സൈഡിൽ നോക്കാനുള്ളത്. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക്കേഷൻ വൈസ് ഒക്കെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയിപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷമുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വീഡിയോയും അതുപോലെ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ എൻ്റെ കയ്യിലുള്ള പഴയ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെയും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.